Hello my dear students, welcome back to our chemistry classes. മക്കളെ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കെമിസ്ട്രിയിലെ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിലെ ഒരു അടിപൊളി ടോപ്പിക് ഉണ്ട്. ഈ ടോപ്പിക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? എല്ലാവരും കണ്ടിട്ടുണ്ട്, പക്ഷെ ചെയ്യാൻ ആർക്കും അറിയില്ല. അതാണ് ഈ ടോപ്പിക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദാറ്റ് ഈസ് നമുക്ക് നിസ്സംശയം പറയാം, ദാറ്റ് ഈസ് ഐസോമെറിസം. അപ്പൊ ഇത് കൃത്യമായിട്ടാ നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് നൽകുന്നു, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏത് ചോദ്യം ചെയ്യാൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാലും വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനു മുമ്പേ ഐസോമെറിസം നിങ്ങൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഐസോമെറിസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം തന്നെ ആ ചോദ്യത്തിനകത്ത് നിന്ന് നിങ്ങൾ എഴുതിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. മോളിക്കുലാർ ഫോർമുല. ഓക്കെ, അപ്പൊ ഐസോമറുമായിട്ട് ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും യു ഷുഡ് ഫസ്റ്റ് റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് പെർട്ടിക്കുലർ ഓർഗാനിക് കോമ്പൗണ്ട്സ്. അല്ലെ, ആ മോളിക്കുലാർ ഫോർമുല ആദ്യം എഴുതി വെക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ മോളിക്കുലാർ ഫോർമുല എങ്ങനെയാണ് എഴുതി സാറേ എന്ന് നിങ്ങൾ മനസ്സിൽ ചോദിക്കണ്ട. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ എഴുതാം. ഇപ്പൊ CH3 CH2 CH3 അല്ലെ. അപ്പൊ ഇതിന്റെ മോളിക്കുലാർ ഫോർമുല എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഡെഫിനറ്റ്ലി നമ്മൾ ആദ്യം തന്നെ കാർബൺ ഉണ്ടെന്നു 1 2 3 അല്ലെ, 3 കാർബൺ ഉണ്ട്. റെഡി? എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 5 8 ഹൈഡ്രജനും. ഓക്കെ, and this is known as molecular formula. So you have to count the total number of carbon and also you have to count total number of hydrogen. That is known as molecular formula. ഓക്കെ, അപ്പൊ ഐസോമെറിസവുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എഴുതിയെടുക്കേണ്ട സാധനം ഇതാണ്. അപ്പൊ നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അല്ലെ, ഇതാ ഇവിടെ നിങ്ങൾക്ക് ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്, CH3 CH2 CH2 CH3 അല്ലെ. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ ഒരു ചെയിൻ ഐസോമർ എഴുതാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ചെയിൻ ഐസോമർ കേട്ടോ, അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ചെയിൻ ഐസോമർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഏത് ഐസോമറും ആയിക്കൊള്ളട്ടെ, എന്ത് ചോദ്യം ആയിക്കോട്ടെ, ഐസോമറിസമായിട്ട് അല്ലെങ്കിൽ ഐസോമറായിട്ട് ബന്ധപ്പെട്ടതാണോ, നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ എഴുതേണ്ടത് ഇതിന്റെ മോളിക്കുലാർ ഫോർമുല എഴുതി വെക്കുക എന്നുള്ളതാണ്. സോ 1 2 3 4 4 കാർബൺ ഉണ്ട്, അതേപോലെ തന്നെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 5 7 10. റെഡി അല്ലേ? ഹൈഡ്രജൻ 10 ഉണ്ട്. റെഡി? അപ്പൊ ദിസ് ഈസ് ദ മോളിക്കുലാർ ഫോർമുല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ ഒരു സ്ട്രക്ചർ ഉള്ള സാധനത്തിനെ നമ്മൾ മറ്റൊരു സ്ട്രക്ചറിലേക്ക് മാറ്റുക എന്ന് വെച്ചാൽ, ഞാനിപ്പോ നിങ്ങൾക്ക് കാണുന്നത് ഇങ്ങനെ ഒരു രൂപമാണ്. ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു വലിയ മാല തരുന്നു, 1 പവന്റെ മാല തരുന്നു. ആ മാല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മാറ്റി പണിയാം കേട്ടോ. അത് വളയാക്കാം, മോതിരമാക്കാം, കിരീടമാക്കാം, ബ്രേസ്ലെറ്റ് ആക്കാം, എന്ത് വേണേ ആക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, 1 പവൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ അത് തന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന പുതിയ സാധനത്തിലും കാണണം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിനെ ഏത് രീതിയിലും എഴുതാം അല്ലെ. CH3 CH2 CH2 CH3 പറഞ്ഞ ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഏത് രീതിയിലും എഴുതാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എഴുതാം. ബട്ട് യു ഡോണ്ട് ചേഞ്ച് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് പെർട്ടിക്കുലർ ഓർഗാനിക് കോമ്പൗണ്ട്സ്. നിങ്ങൾക്ക് എന്ത് രീതിയിലും നിങ്ങൾ എഴുതിക്കോളൂ, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, നിങ്ങൾ എന്ത് രീതിയിൽ എഴുതിക്കോ, അതിനൊരു പ്രശ്നമില്ല. ബട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇതിലൊരു വിട്ടുവീഴ്ചയും വരുത്തരുത്, C4H തന്നെ ആയിരിക്കണം. റെഡിയാണല്ലോ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഇതിനകത്തുള്ള കാർബണിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. കാർബൺ 4 എണ്ണം ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെയല്ലാതെ കാർബണുകളെ മറ്റു രീതിയിൽ എങ്ങനെ അറേഞ്ച് ചെയ്യാം? നമുക്കൊരു 4 കാർബൺ എങ്ങനെ ചെയ്താന്ന് അറിയോ? 1 2 3 4 അല്ലെ. ഒന്ന് അടിയിൽ നമുക്ക് ബ്രാഞ്ച് ആക്കി ഇടാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതാം. റെഡി? ഇനി നമുക്ക് ഇവിടെ ഒക്കെ ഹൈഡ്രജൻ വയ്ക്കാം. ഇവിടെ 3 ഹൈഡ്രജൻ, ഇവിടെ 1 2 3, ദെൻ CH3, ദെൻ CH3. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതി. ഇനി നമ്മൾ ഒന്നുകൂടി ചെക്ക് ചെയ്യണം, ഇതിന്റെ അകത്തുള്ള മോളിക്കുലാർ ഫോർമുല സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യണം. നോക്കാം 1 2 3 4 റെഡി. കാർബൺ 4 സംശയമൊന്നുമില്ല. ഹൈഡ്രജൻ എത്ര ഉണ്ട് നോക്കൂ? 3 4 7 10 കേട്ടോ. അപ്പൊ ഇതിലുള്ള മോളിക്കുലാർ ഫോർമുലയും സെയിം. പക്ഷെ ഇത് എഴുതിയതുപോലെ അല്ല നമ്മൾ ഇത് എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വാട്ട്? ചെയിൻ ഐസോമർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. CH3 CH2 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 ആൻഡ് CH3. ഓക്കെ, ഉത്തരം കിട്ടിയെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. വീണ്ടും നമുക്ക് കാണാം. ഗുഡ് ബൈ.